വെയിറ്റിംഗ് ഫോർ ഫഫ മാജിക്. സ്ക്രീനിൽ ഫഫ മാജിക് കണ്ടിട്ട് 1 വർഷത്തോളം ആവുന്നു. അതെ, ആവേശം കഴിഞ്ഞിട്ടിപ്പോൾ 9 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. രജനികാന്തിനൊപ്പം വേട്ടയനിൽ ഫഹദ് അഭിനയിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ പ്രേക്ഷകർ ചില വിസ്മയങ്ങൾ പ്രതീക്ഷിച്ചു. ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിൽ രജനികാന്ത് ഫഹദ് എന്ന നടനെ കുറിച്ച് പറഞ്ഞ പ്രശംസാ വാക്കുകൾ കേട്ട് ഓരോ മലയാളിയും അഭിമാനിച്ചു. പക്ഷേ വേട്ടയൻ പ്രേക്ഷക പ്രതീക്ഷകൾക്കൊപ്പം ഉയർന്നില്ല. ആ സിനിമ ഫഹദിനെ പോലൊരു ഗംഭീര നടൻ തിരഞ്ഞെടുക്കണമായിരുന്നു എന്ന ചോദ്യവും പല കോണുകളിൽ നിന്നും ഉയർന്നു. അമൽ നീരദിന്റെ ബൊഗൻവില്ലയ്ക്ക് വേണ്ടിയായിരുന്നു ആരാധകരുടെ അടുത്ത കാത്തിരിപ്പ്. ബൊഗൻവില്ലയിൽ അതിഥി വേഷത്തിലാണ് ഫഹദ് എത്തുന്നതെന്ന് പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു. കുറച്ച് സീനുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എങ്കിലും ആ സീനുകൾക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവുമെന്ന് ഫഫ ഫാൻസ് കരുതി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പുഷ്പ 2 വേണ്ടിയായിരുന്നു മൂന്നാമത്തെ കാത്തിരിപ്പ്. പുഷ്പ 1 ഗംഭീരമായത് ഫഹദിന്റെ അസാധ്യ പ്രകടനം കൊണ്ടായിരുന്നു. പക്ഷേ പുഷ്പ 2 ഫഹദ് ഒതുക്കപ്പെട്ടു എന്ന ഫീലാണ് മൊത്തത്തിലുണ്ടായത്. സ്ക്രീനിൽ ഫഫ നിറഞ്ഞാടുന്ന ഒരു സിനിമ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്.